ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്നും രാവിലത്തെ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കുറച്ച് വൈകിയായിട്ട് എണീറ്റിട്ടുള്ളത്. ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച അല്ലേന്ന് വിചാരിച്ചിട്ട് ഒരു 6:30 ആയിട്ടാണ് എണീറ്റിട്ടുള്ളത് കേട്ടോ. ഇന്ന് പണിയില്ല, കുട്ടികൾക്ക് സ്കൂളും ഇല്ല. പിന്നെ അതുപോലെ തന്നെ തലേദിവസത്തെ കറികളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ചോറും പിന്നെ കടയ്ക്കുള്ളതൊക്കെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ സാവകാശമാണ് എണീറ്റിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇന്ന് ഉപ്പുമാവാട്ടോ കടി. പച്ചരി കൊണ്ട് ഉപ്പുമാവും അതുപോലെ ഇന്നലത്തെ ഇറച്ചി ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി ചായയൊക്കെ ഇവിടെ ഏട്ടനും കണ്ണിനൊക്കെ കുടിക്കുകയാണേ. ഉപ്പുമാവാണെങ്കിൽ വേഗം പണിയൊരുങ്ങുമല്ലോ അല്ലേ. അപ്പോൾ ഇതാ ചായയുടെയൊക്കെ കഴിഞ്ഞ് മക്കൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒക്കെ ഇന്ന് കളിക്കാനൊക്കെ ഉള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതാ നന്ദുട്ടി ചായ ഒന്നും കുടിച്ചിട്ടില്ല, മിഠായിയാണ് ഇന്ന് രാവിലെ തന്നെ തിന്നണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ഏട്ടൻ ഇന്നലെ ഉറവിച്ച ഷീറ്റാണേ, അത് ഇന്നലെ അടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് അടിക്കാൻ കൊണ്ടുപോവാണ്. അമ്മ ഇവിടെ ഓരോന്ന് ശരിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചോറൊക്കെ തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കറികളൊക്കെ എടുത്ത് ചൂടാക്കുക. ഇന്നലെ അപ്പോൾ ഇനി ഏട്ടൻ ഷീറ്റൊക്കെ കൊണ്ടുപോയതല്ലേ, അപ്പോൾ ഈ ഡിഷ് വേഗം കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. നല്ലോണം ഒട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ കൊണ്ടുപോകേണ്ട ഷീറ്റാണ്. അപ്പോൾ ഇന്നലെ സത്യത്തിൽ മറന്നതാണ് കേട്ടോ. കടയ്ക്ക് പോയിട്ട് അവിടെ നിന്നിട്ട് വരലാണ് പണിയില്ലെങ്കിൽ, അല്ലെങ്കിൽ പണി കയറി വന്നിട്ട് അടിക്കൽ കേട്ടോ. അപ്പോൾ ഇന്നലെ സത്യത്തിൽ മറന്നു. അപ്പോൾ ഇന്ന് രാവിലെ കൊണ്ടുപോകാമെന്ന് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അടുക്കളയിൽ പണി ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനൊക്കെ പറ്റുന്നത് കേട്ടോ. അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ അനുമോളും അമ്മയും മുറ്റം അടിച്ചിട്ടില്ല കേട്ടോ. ഇന്നലെ അമ്മയ്ക്ക് എന്തോ വയ്യ, കൈ കടയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അടിച്ചിട്ടില്ല. മിക്കവാറും ദിവസം അമ്മയും അനുമോളും വൈകുന്നേരം അടിക്കും കേട്ടോ. മുറ്റടിക്കുന്ന ഒരു പണി എനിക്ക് ഉണ്ടാവില്ല. അമ്മയ്ക്ക് വയ്യെങ്കിലും ഉള്ളൂ കേട്ടോ അടിക്കേണ്ടി വരിക. അപ്പോൾ നന്നായിട്ട് ചമ്മലുണ്ട് കേട്ടോ. ഈ റബ്ബറിൻ്റെ ഇല ചാടുന്നത് കൊണ്ട് നന്നായിട്ടുണ്ട്. ഞാനൊരു ഭാഗത്ത് അടിക്കുമ്പോൾ ഒരു ഭാഗത്ത് കാറ്റടിച്ചിട്ട് നന്നായി ചാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ കണ്ണനും അനുമോളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നല്ല കളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ കുഴങ്ങി ഒരാൾ ഒറ്റയ്ക്ക് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്റ്റൂള് വെച്ചിട്ട് കയറിയതാണ്. അപ്പോൾ ഞാൻ ഇതിൽ വന്നപ്പോഴാണ് ഇവിടെ നല്ല വെള്ളം കുടിയിലാണ്. അപ്പോൾ അമ്മയ്ക്ക് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പണീൻ്റെ ഇടയിൽ കൂടെ തന്നെ അലക്കാനൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ മെഷീനിലുള്ളത് മെഷീനിലിട്ടു. ഇനി കുറച്ച് കല്ലുമ്മലും കൂടി അലക്കാണ്ട് ഒന്നരാടാണ് അലക്കൽ കേട്ടോ. അപ്പോൾ അതൊക്കെ തോരയിട്ട് വന്നിട്ട് അടിച്ചു വരാൻ നിൽക്കുകയാണ്. അപ്പോൾ അടിച്ചു വരുമ്പോൾ എന്നും ഇതേപോലെ ഒന്ന് ചൂലുകൊണ്ട് കുറച്ചൊക്കെ മാറാലെന്നിങ്ങനെ കളയുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ. ഒരുപാട് പണിയെടുക്കേണ്ട ആവശ്യമില്ല. ദിവസവും എന്നും മാറാലുണ്ടാവും. അപ്പോൾ ഇന്ന് അടിച്ചാൽ നാളെ ഉണ്ടാവും. അപ്പോൾ അത് അന്നേക്കുള്ളത് അന്നാന്ന് തന്നെ കളയുകയാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. പിന്നെ നല്ല മുകളിലുള്ളത് നമുക്ക് എന്തായാലും കളയാൻ സാധിക്കില്ല. അതിപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ ദിവസം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ജനലും വെള്ളം മാറാല, വാതിലിൻ്റെ ഇടയിലുള്ള മാറാലൊക്കെ അന്നേക്കുള്ളത് അന്നാന്ന് തന്നെ കളയുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഒരുപാട് പണിയെടുത്ത് സമയം കളയേണ്ട ഒരു ആവശ്യം വരില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ് മിക്കവാറും ചെയ്യൽ. എത്ര ധൃതിയാണെങ്കിലും ആ ചൂലൊന്ന് മേലേക്ക് പൊന്തിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല കേട്ടോ. അത് ആദ്യമേ അങ്ങനെയാണ്. പഠിച്ച് വരുമ്പോൾ കണ്ടില്ലേ, പേനയും പെൻസിലും സ്കെയിലൊക്കെ നമുക്ക് കിട്ടും. അതിപ്പോൾ എത്ര അടുക്കി പെറുക്കി വെച്ചാലും മക്കളത് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ചാടി ഇവിടെ നിന്ന് ചാടി. അത് പിന്നെ രാവിലെ ഞാൻ അതേപോലെ അടിച്ച് വാരിയിട്ട് ഒന്നിച്ച് കൂട്ടിയിട്ട് അതിൽ നിന്ന് പെറുക്കി എടുക്കിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ വലിയൊരു ധൃതി ഇല്ലാതെയാണ് അടിച്ച് വാരാനും തുടയ്ക്കാനൊക്കെ നിൽക്കുന്നത് കേട്ടോ. മറ്റേത് എന്താ പറയുക, ഒരു ഓട്ടാണ് പറഞ്ഞില്ലേ. ചിലപ്പോൾ 12:30 ആവും അടിക്കാനും തുടയ്ക്കാനും നിൽക്കുമ്പോൾ. ഇല്ലെങ്കിൽ രാവിലെ അടിച്ച് വാരിയിടും, പോണതിനിടയ്ക്ക് തുടച്ചിടും, ഇല്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ട് തുടയ്ക്കും. ഇനി അമ്മയ്ക്ക് കഴുകുകയാണെങ്കിൽ ചിലപ്പോൾ അമ്മ തുടയ്ക്കും കേട്ടോ. അമ്മേനോട് അധികം തുടയ്ക്കരുത് എന്നാണ് പറയൽ. എല്ലാ ജോലിയും ചെയ്യണ പോലെ അല്ലല്ലോ. തുടയ്ക്കൽ പറഞ്ഞാൽ ആ തുടപ്പ് പൊന്തണങ്ങിയ കുറച്ച് പണി തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ അടിച്ച് വരുമ്പോൾ ഇതേപോലെ സെറ്റി വിരിയൊക്കെ ഒന്ന് തട്ടിക്കൂട്ടിയിട്ട് അതൊക്കെ ഒന്ന് വിരിച്ചിടും. കുറച്ച് സമയത്തേക്കുള്ളതാണ് കേട്ടോ. മക്കളിങ്ങി ചാടി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നും നേരെ നിൽക്കൂല. അപ്പോൾ അതിനിടയ്ക്ക് ഇത് അച്ഛനും മക്കളും കൂടിയും കൈതച്ചക്കയൊക്കെ ചെത്തി കഴിക്കുന്നുണ്ട്. ഇത് 2 ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂളില്ലാത്തപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ നന്ദുട്ടി എന്ത് കഴിക്കുമ്പോഴും ഇങ്ങനെ കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ കൈതച്ചക്ക. ഈ ഒരു കൈതച്ചക്ക നല്ല മധുരമുണ്ട്. അപ്പോൾ ജ്യൂസ് അടിക്കണം എന്നൊക്കെ അനുമോള് പറഞ്ഞിരുന്നു. പിന്നെ വെറുതെ നല്ല മധുരം ഉണ്ടായതുകൊണ്ട് വെറുതെ പഞ്ചസാര ഇട്ട് ജ്യൂസ് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അനുമോളെ വായയിൽ പുണ്ണുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ നല്ല വേദനയുണ്ട്. കൈതച്ചക്കയൊക്കെ പുളി തട്ടുമ്പോൾ നല്ല വേദനയായിരിക്കും.
അപ്പോൾ അവരതവിടെ കഴിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ അടിച്ചു വാരാനൊക്കെ നിൽക്കുകയാണ്. ഓരോരുത്തർ ഇങ്ങനെ ശ്രദ്ധിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണികളൊന്നും ഒരുങ്ങൂല കേട്ടോ. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയാണ്, നേരം വൈകി എണീക്കലും പിന്നെ പണിയെടുക്കാൻ കുറച്ച് മടിയാണെങ്കിൽ പറയും വേണ്ട കേട്ടോ, പിന്നെ ഒരു പണി ഒരുങ്ങൂല. ഇന്നിപ്പോൾ എന്തായാലും 1:30 പോണത് 2 മണിക്ക് തന്നെ പോവുള്ളൂ. ഏട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആളുണ്ടല്ലോ എന്നുള്ള ഒരു ഇതിൽ സാവകാശം പണിയെടുക്കുള്ളൂ. അപ്പം ഇനി കല്ലിൽ അലക്കാനുള്ളതൊക്കെ അലക്കുകയാണ്. അപ്പം ഇന്നലെ ഞാനും അനുമോളും ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. ആ ഡ്രസ്സും പിന്നെ കണ്ണൻ്റെ യൂണിഫോം, അനുമോളുടെ ഡ്രസ്സ് അതൊക്കെ ഉണ്ട് അലക്കാൻ. അപ്പോൾ മെഷീനിൽ ദിവസം അലക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കല്ലിൽ അലക്കാൻ എന്നും ഉണ്ടാവും കേട്ടോ. മക്കൾക്ക് സ്കൂളുള്ളതുകൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടുന്നതും ഞാൻ കടയ്ക്ക് പോകുമ്പോൾ ഇടുന്നതൊക്കെ ഞാൻ കല്ലിൽ തന്നെയാണ് അലക്കുക. എന്നാലുള്ളൊരു സമാധാനം കേട്ടോ. അല്ലെങ്കിൽ മെഷീനിൽ ഒന്നിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ലതൊക്കെ കേടുവരില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യലില്ല. അതുപോലെ കല്ലിൽ അലക്കുകയാണെങ്കിൽ സോപ്പ് തേച്ചിട്ടാണ് കേട്ടോ അലക്കുക, അല്ലാതെ സോപ്പ് പൊടി ഉപയോഗിക്കലില്ല. മെഷീനിൽ പിന്നെ സോപ്പ് പൊടി തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ആദ്യം തന്നെ അലക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ അലക്കുകയാണ്. കളർ ഇളകണതും ഇല്ലാത്തതും ഒക്കെ ഉണ്ട്, പല വിധത്തിലാണ്. അപ്പോൾ അതിനിടയ്ക്ക് ചോറൊക്കെ വെന്തോ നോക്കാൻ പോയി. അപ്പോൾ ചോറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വാർത്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമാണല്ലോ. അപ്പോൾ അമ്മ ഇതാ ഉപ്പേരിക്ക് ഇനി മുരിങ്ങ വെക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് മൂത്ത മുരിങ്ങേൻ്റെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഊരിയെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുരിങ്ങ ഉപ്പേരിയൊക്കെ വെന്തോ, ഇനി ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ അതാ മീൻകറി തേങ്ങ അരച്ച് വെച്ചതാട്ടോ. അതുപോലെ ഒരു ചമ്മന്തി ഉണ്ട് കേട്ടോ. ഇത് അമ്മേൻ്റെ സ്പെഷ്യലാണ്, നല്ല ടേസ്റ്റാണ്. ഉണക്കമീൻ ചുട്ടിട്ട് കനലിലിട്ട് ചുട്ടെടുക്കും. അതിലേക്ക് കാന്താരിയും ചെറിയ ഉള്ളിയും പുളിയും ചേർത്തിട്ട് അരച്ചതാട്ടോ, ഉപ്പും ചേർത്ത് അരച്ചതാണ്. അതുപോലെ മുരിങ്ങയില ഇതാകണേ പെട്ടെന്ന് നമ്മൾ വെളിച്ചെണ്ണ കൊഴിച്ചിട്ട് ഉപ്പേരി വയ്ക്കൂലേ, മുളകൊക്കെ മുറിച്ചിട്ടിട്ട് അങ്ങനെ ചെയ്തതാട്ടോ. അതുപോലെ മത്തി വറുത്തതുകൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും.